എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ നമ്മുടെ എഡിറ്റിംഗ് കലാപരിപാടിയുടെ പേരാണ് ഡ്യുവൽ ടോൺ എഡിറ്റിംഗ്. പേരൊക്കെ നല്ല രസമുണ്ട്. എന്താണ് സംഭവം? നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് രണ്ട് സൈഡിൽ നിന്നും രണ്ട് അടിപൊളി കളർ ലൈറ്റ് കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ലൈറ്റ് അപ്പ് ചെയ്തിട്ട് എടുക്കുന്ന ചിത്രങ്ങൾ പോലെ വളരെ സിമ്പിളായിട്ട് പിക്സാർട്ട് ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സാധാരണ ചിത്രങ്ങളെ അത്തരത്തിലുള്ള ചിത്രങ്ങളാക്കി മാറ്റുന്ന പരിപാടിയാണ് ഡ്യുവൽ ടോൺ എഡിറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. ഈ ഒരു എഡിറ്റിംഗ് എഫക്റ്റീവ് ആവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ചിത്രത്തിലെ ഫേസിൽ വളരെ നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഡാർക്ക് ആയതോ അല്ലെങ്കിൽ അത്ര ലൈറ്റ് ഇല്ലാത്തതോ ആയിട്ടുള്ള ഇമേജുകളിൽ നമ്മൾ ഈ എഡിറ്റിംഗ് അത്ര വർക്കാകത്തില്ല. അപ്പോൾ നമ്മൾ ഇമേജ് ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് ആയുധം വെച്ചുള്ള പരിപാടികളിലേക്ക് പോകാം. എഡിറ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സ് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മുടെ ടൂൾസിൽ നിന്ന് നമ്മൾ താഴോട്ട് പോയിട്ട് ഡ്രോ സെലക്ട് ചെയ്യാം. ഡ്രോ സെലക്ട് ചെയ്തിട്ട് ഈ ബ്രഷ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ബ്രഷ് ചൂസ് ചെയ്യാം. ബ്രഷ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഈ മേളിൽ നിന്ന് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ബ്രഷ് സെലക്ട് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ബ്രഷിൻ്റെ സൈസ് കുറച്ച് കൂട്ടാം. ഒപ്പാസിറ്റി ഒരല്പം കുറയ്ക്കാം. ഒരു 75നും 80 അല്ലെങ്കിൽ 70ക്കും 80ക്കും ഇടയിലുള്ള ഒരു ഒപ്പാസിറ്റി സെറ്റ് ചെയ്യാം. എന്നിട്ട് സെറ്റ് കൊടുക്കാം. അടുത്തതെന്ന് പറയുന്നത് ഈ ഫേസിൽ നമുക്ക് ഏത് കളർ ലൈറ്റിംഗ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള കളർ ചൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ് സൈഡിലുള്ള ടൂൾസിൽ ഏറ്റവും ബോട്ടം നോക്കിയ ഒരു സ്ക്വയർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഉള്ള ഒരു കളർ ഞാൻ ആദ്യം ചൂസ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഈ ഒരു ടൈപ്പ് ഓഫ് കളേഴ്സ് ഞാൻ സെലക്ട് ചെയ്തു. ഇത് നമ്മളൊരു ടൈപ്പ് ഓഫ് മോഡേൺ കളർ ആയതുകൊണ്ട് ഞാൻ ആ കളർ ചൂസ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ഒരു ലൈന് കളർ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോപ്പിൽ പോയിട്ട് ലെയർ സെലക്ട് ചെയ്യാം. ലെയർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പം പുതുതായിട്ട് വരച്ചത് ഒരു പുതിയ ലെയറിലാണ് വന്നേക്കുന്നതെന്ന് കാണാം. അതിനുശേഷം നമുക്ക് ടോപ്പിൽ ആ 3 ഡോട്ട് കാണാമല്ലോ. ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പലതരം ഓപ്ഷൻസ് വരും. ട്രാൻസ്ഫോം, കോപ്പി, മെർജ്, ക്ലിയർ എന്ന് പറയും. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്യാം. ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്ത് സൂം ചെയ്യുന്നതിനനുസരിച്ച് ഈ ഷേപ്പിൻ്റെ വലുപ്പം കൂടും. അപ്പോൾ നമ്മൾ ഇതിനെ വലുതാക്കിയിട്ട് നമുക്ക് എവിടെയാണോ ഇത് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടിക്ക് ബട്ടൺ അമർത്താം. അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് താഴെ നമുക്ക് ഈ ഡൗൺവേർഡ് ആരോ കാണാം. ആ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വന്നിട്ട് ഇവിടെ ഓവർലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ഈ ഓവർലേ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ വളരെ നൈസായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ലൈറ്റ് എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി മാറ്റാം. ഡൺ. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് പുതുതായിട്ടുള്ള ഒരു ലൈറ്റ് എഫക്റ്റ് കൂടെ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടോപ്പിൽ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു എംപ്റ്റി ലെയർ ക്രിയേറ്റ് ചെയ്യാം. എംപ്റ്റി ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ഈ മെനു ഹൈഡ് ആവും. എന്നിട്ട് നമ്മൾ താഴെ വന്നിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ നിന്നുള്ള ലൈറ്റിൻ്റെ കളർ ഏത് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് താഴത്തെ ഈ സ്ക്വയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു കളർ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു. അതിനുശേഷം സ്ക്രീനിൽ നമ്മൾ വീണ്ടും മുന്നേ ചെയ്ത പോലെ ഒന്ന് ഡ്രോ ചെയ്യാം. ഡ്രോ ചെയ്തിട്ട് വീണ്ടും നമുക്ക് ലെയറിൽ പോവാം. ലെയറിൽ പോയിട്ട് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷൻ കിട്ടും. എന്നിട്ട് വീണ്ടും ഈ ഷേപ്പിനെ നമുക്ക് സൂം ചെയ്യാം. സൂം ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് എവിടെയാണോ ഈ ലൈറ്റ് എഫക്റ്റ് കൊടുക്കേണ്ടത് അവിടെ കൃത്യമായിട്ട് ഇതിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഡൺ. അതിനുശേഷം നമുക്ക് ടിക്ക് ബട്ടൺ അമർത്താം. എന്നിട്ട് വീണ്ടും നമ്മൾ ലെയറുകളിൽ വന്നിട്ട് താഴെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺവേർഡ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഓപ്ഷൻസ് കിട്ടും. അതിൽ താഴെ പോയിട്ട് ഓവർലേ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് എഫക്റ്റ് കിട്ടി. നമുക്കിവിടെ ഒപ്പാസിറ്റി വേണമെങ്കിൽ ഒരല്പം അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ടോപ്പിലുള്ള ലെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെനു ഹൈഡ് ആവും. ഇപ്പം നമുക്ക് വേണ്ടതായിട്ടുള്ള എഫക്റ്റ് നമ്മൾ വളരെ നൈസായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ എഡിറ്റിൽ ഹാപ്പി ആണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ട് ഉണ്ട്. ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഗാലറിയിൽ നമ്മുടെ ഇമേജ് സേവ് ചെയ്തിട്ടുണ്ടാവും.
ചില ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിത്രത്തിനെ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് മാറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അത് നമ്മുടെ കയ്യിലുള്ള ചിത്രത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയോ അല്ലാതെയോ ഈ ഡ്യുവൽ ടോൺ എഡിറ്റിങ്ങുകൾ ചെയ്യാവുന്നതാണ്. അത്രയേ ഉള്ളൂ, നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? കളറായിട്ടില്ലേ? ഇഷ്ടമായെങ്കിൽ ലൈക്കോ കമൻറ്റോ ഷെയറോ സബ്സ്ക്രൈബോ അങ്ങനെ ഏതാണ്ടെങ്കിലും ഒക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടത്തിനെ ടാഗ് ചെയ്യുക. മികച്ച ചിത്രങ്ങൾ ഫോട്ടത്തിൻ്റെ FB പേജിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫീച്ചർ ചെയ്യുന്നതായിരിക്കും. പുതിയൊരു എഡിറ്റിംഗ് ടെക്നിക്കുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സീ യു ഗൈസ്, ബൈ.